ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗീവ് വേ നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾക്ക് നമ്മൾ അതിൻ്റെ ഗീവ് വേയുടെ നമ്മൾ അയച്ചു കൊടുത്തു. അതിൽ ഒരുപാട് പേര് എന്താ പറയുക, ഇതിന് അർഹതപ്പെട്ടതൊന്നും ചിലതൊക്കെ ഒട്ടും അർഹതപ്പെട്ടതല്ലാതെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞാൻ ഈ ഒരു കമൻറ്റ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഓർമ്മകൾ, നമ്മൾ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും മേടിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയൊരു കാലങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു ജനറേഷൻ അത് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് നമ്മുടെ ചെറുതിൽ ഒരുപാട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ പുള്ളിക്ക് ഈ ഗീവേയിൽ പുള്ളി കിട്ടുന്നെങ്കിൽ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഗീവേയിൽ പുള്ളിക്ക് അവസാനം കിട്ടിയില്ല. പുള്ളി ഗീവേയിൽ വിന്നർ അല്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇദ്ദേഹത്തിന് സിനാൻ എന്നാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി എന്ത് ചെയ്തു, പുള്ളിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. പേഴ്സണലി മെസ്സേജ് അയച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി വളരെ വിഷമമല്ല, ഓക്കെ കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് ഇനി ഉണ്ടല്ലോ എന്നുള്ള തരത്തിലേക്കാണ് പുള്ളി സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്ക് ഒരു കണ്ണട ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഫ്രെയിമാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ലെൻസും കൂടെ അപ്പം രണ്ടും കൂടെ ചേർത്ത് പുള്ളിക്ക് ഒരെണ്ണം ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ മോഡൽസൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു. പുള്ളി നമുക്ക് പവറൊക്കെ തന്നായിരുന്നു. പവർ തന്നു. ഞാൻ മോഡൽസൊക്കെ ഫ്രെയിമിൻ്റെ മോഡൽസൊക്കെ എല്ലാം അയച്ചു കൊടുത്തു. എല്ലാം സംസാരിച്ചു. ഇന്നലെ സാധനം അവിടെ കൊറിയർ ഇന്നലെ കിട്ടി. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ശേഷം കണ്ണാടിയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചു. അപ്പോൾ നമുക്ക് പുള്ളീനെ ഒന്ന് വിളിക്കാം. അസ്സലാമു അലൈക്കും. എന്ത് ചെയ്യാണ്? ഡിഗ്രി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഹാപ്പി ആയില്ലേ? അപ്പോൾ ഇതൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചെന്തോ നമ്മൾ വലിയ സംഭവമായിരുന്നു കാണിക്കാനില്ല. ഇത് ഞാൻ ഷോപ്പിൽ പൊതുവേ, എനിക്ക് ഒപ്റ്റിക്കൽ ഷോപ്പ് തന്നെയാണ്. ഞാനിത് ഷോപ്പിൽ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിരുന്നിട്ട് മേടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നിരുന്ന് 100 രൂപയ്ക്ക് കണ്ണാടി ഉണ്ടെന്നൊക്കെ ചോദിച്ചും വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ അതൊന്നും എടുത്ത് വീഡിയോ ആയിട്ട് ചെയ്ത് കണ്ടൻറ്റാക്കി റീച്ച് ഉണ്ടാക്കാൻ ഞാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇതൊരു ഗീവേയിൽ നടന്നൊരു സംഭവമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു നന്മ ചെയ്യണമെന്ന് തോന്നട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. വേറെ ഒന്നുമില്ല. നമ്മൾ ഇനിയും ഗീവേഴ്സും ചലഞ്ചസും ആയിട്ട് നിങ്ങളിലേക്ക് വരും. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ സ്നേഹം മാത്രം.